ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ യൂണിറ്റിലെ ദ ഇങ്ക് ആൻഡ് ദ മെലഡി എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത്. ഓരോ ആക്ടിവിറ്റിയും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിൻ്റെ ആൻസേഴ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു പോഡ്കാസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഒരു മോഡൽ പോഡ്കാസ്റ്റ് നൽകിയിട്ടുണ്ട്. ദ മാജിക് ഓഫ് കാർട്ടൂൺസ്, ജോസഫ് ബാർബറാസ് സ്റ്റോറി എന്നാണ് ഈ പോഡ്കാസ്റ്റിൻ്റെ ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഹലോ എവ്രി വൺ, ദിസ് ഈസ് നിമി. Welcome to this podcast episode featuring the famous cartoon artist Joseph Barbera. അപ്പോൾ ജോസഫ് ബാർബറയെ പറ്റി പറയുന്ന, അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക, അയാളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, അതിന് അദ്ദേഹം പറയുന്ന മറുപടികളൊക്കെ കേൾക്കുക. അങ്ങനെയുള്ള ഒരു റേഡിയോ പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഇവിടെ പോഡ്കാസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിമ്മിയാണ് ഒരു ഈ പോഡ്കാസ്റ്റ് നടത്തുന്നത്. അപ്പോൾ നിമ്മി പറയാണ്, ദിസ് ഈസ് നിമ്മി, വെൽക്കം ടു ദിസ് പോഡ്കാസ്റ്റ് എപ്പിസോഡ് ഫീച്ചറിങ് ദ ഫേമസ് കാർട്ടൂൺ ആർട്ടിസ്റ്റ് ജോസഫ് ബാർബറ. അപ്പോൾ ജോസഫ് ബാർബറ പങ്കെടുക്കുന്ന ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. വി ആർ ത്രിൽഡ് ടു ഹാവ് ജോസഫ് ബാർബറ വിത്ത് us ടുഡേ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ആസ് യു നോ, ജോസഫ് ബാർബറ, ദ ലെജൻഡ് ഓഫ് ദി അനിമേഷൻ ഇൻഡസ്ട്രി, ഈസ് ദ ജീനിയസ് ബിഹൈൻഡ് ക്യാരക്ടേഴ്സ് ലൈക്ക് ടോം ആൻഡ് ജെറി. അപ്പോൾ ഇദ്ദേഹമാണ് ടോം ആൻഡ് ജെറി പോലെയുള്ള കാർട്ടൂൺ ക്യാരക്ടറുകളെ നിർമ്മിച്ചിരിക്കുന്നത്. ഇൻ ഹിസ് മെമ്മോർ ദ ഇങ്ക് ആൻഡ് ദ മെലഡി, ഹി ടേക്സ് അസ് ഓൺ എ ഫാസിനേറ്റിംഗ് ജേർണി ഷെയറിംഗ് ക്യാപ്റ്റിവേറ്റിംഗ് സ്റ്റോറീസ് ഓഫ് ഹിസ് മീറ്റിംഗ് വിത്ത് മൈക്കിൾ ജാക്സൺ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സംഭവ കഥ, ദ ഇങ്ക് ആൻഡ് ദ മെലഡി എന്ന പേരിലുള്ള ഈ ഒരു സംഭവ കഥയിൽ അദ്ദേഹം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ്. അദ്ദേഹം മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന പ്രശസ്തനായ വ്യക്തിയെ കാണാൻ പോയ സംഭവമാണ് ഇതിൽ പറയുന്നത്. ജോയിൻ us as we delve into this vivid tapestry of Joseph Barbera's life, illuminating his incredible contribution to the world of animation. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇദ്ദേഹം ആനിമേഷൻ എന്ന് പറയുന്ന ഫീൽഡിൽ ചെയ്തിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ ഒരു പോഡ്കാസ്റ്റ് നമുക്ക് ഉപകാരപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം വിശിഷ്ട വ്യക്തിയായ ജോസഫ് ബാർബറയെ സ്വാഗതം ചെയ്യുന്നു. എ ഹാർട്ടി വെൽക്കം ജോസഫ് ബാർബറ, യു ആർ എ ട്രൂ ലെജൻഡ് ഓഫ് ആനിമേഷൻ. നിങ്ങൾ ആനിമേഷനിലൊരു ലെജൻഡ് തന്നെയാണ്. യുവർ ക്രിയേറ്റീവ് ബ്രില്യൻസ് ഹാസ് എൻ്റർടൈൻഡ് മില്യൻസ് അറൗണ്ട് ദ വേൾഡ് ഇൻക്ലൂഡിങ് മൈസെൽഫ്. അപ്പോൾ നിങ്ങളുടെ ഈ കാർട്ടൂണുകൾ ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയാണ്. ഇനി ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ക്യാൻ യു ഷെയർ യുവർ എക്സ്പീരിയൻസ് ഓഫ് ക്രിയേറ്റിംഗ് ദ ടോം ആൻഡ് ജെറി സീരീസ്. ടോം ആൻഡ് ജെറി സീരീസ് ഒരു എക്സ്പീരിയൻസ് എന്താണ്? ആ ഒരു ക്യാരക്ടേഴ്സ് നിങ്ങൾ നിർമ്മിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ദ ടോം ആൻഡ് ജെറി സീരീസ് വാസ് എ മിക്സ് ഓഫ് ഡ്രീംസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഫോർ മീ ആൻഡ് വില്യം ഹന്ന. അപ്പോൾ എനിക്കും അതുപോലെ വില്യം ഹന്നയ്ക്കും ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഈ ഒരു ടോം ആൻഡ് ജെറി സീരീസ് എന്ന് പറയുന്നത്. വി ഇമാജിൻഡ് എ ഫൺ റൈവൽറി ബിറ്റ്വീൻ എ ക്യാറ്റ് ആൻഡ് മൗസ്. അപ്പോൾ ഇതൊരു പൂച്ചയും എലിയും തമ്മിലുള്ള ശത്രുതയാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്, ടോം ആൻഡ് ജെറിയുടെ. ഫുൾ ഓഫ് ജോക്സ്, ക്ലവർ മൂവ്സ് ആൻഡ് ഓസം ആനിമേഷൻസ്. ദിസ് ഐഡിയ ബിക്കെയിം ദ ബിലവഡ് ടോം ആൻഡ് ജെറി സീരീസ്. അപ്പോൾ ഈ ഒരു ആശയമാണ് പിന്നീട് ടോം ആൻഡ് ജെറി സീരീസ് ആയി മാറിയത്. ഇനി അദ്ദേഹത്തോട് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. വി ഹാവ് ഹേർഡ് ഓഫ് യുവർ മീറ്റിംഗ് വിത്ത് ദ ലെജൻഡറി മൈക്കിൾ ജാക്സൺ. ക്യാൻ യു ഷെയർ യുവർ എക്സ്പീരിയൻസ്. മൈക്കിൾ ജാക്സണുമായിട്ടുള്ള കൂടിക്കാഴ്ച, ആ അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? വൈൽ വർക്കിംഗ് ആസ് ക്രിയേറ്റീവ് കൺസൾട്ടൻറ്റ് ഫോർ ദ ടോം ആൻഡ് ജെറി മൂവി, ഐ ഹാഡ് സം മീറ്റിംഗ്സ് വിത്ത് ദ കിങ് ഓഫ് പോപ്പ് ഹിംസെൽഫ്. ഐ വാണ്ടഡ് ഹിം ടു സിംഗ് ഫോർ ദ മൂവി. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഒരു സിനിമയിൽ പാടിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ പോയത്. ഡിഡ് ഇറ്റ് വർക്ക് ഔട്ട്? അത് നടന്നോ? അൺഫോർച്ചുനേറ്റ്ലി നോ. ദൗർഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല. ഫോർ സം റീസൺ അവർ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് വെർ നോട്ട് ഇൻട്രസ്റ്റഡ്. അപ്പോൾ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് അവർ അതിൽ വേണ്ടത്ര താല്പര്യം കാണിച്ചില്ല. ഫോർ സം റീസൺ അവർ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് വെർ നോട്ട് ഇൻട്രസ്റ്റഡ്. Michael Jackson
is a fan of cartoon. Could you tell us about the time you sketched for him? മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കാർട്ടൂണുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടതും നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചിത്രം വരച്ചതുമായ അനുഭവം ഒന്ന് പറയാമോ? Michael Jackson is a fan of cartoons. Could you tell us about the time you sketched for him? Yeah. Michael Jackson really loves cartoons. Michael Jackson cartoons വളരെ ഇഷ്ടമാണ്. At one of our meetings, he asked me if I scripted all the Tom and Jerry cartoons. അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാനാണോ ഈ ടോം ആൻഡ് ജെറിയുടെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റുകളൊക്കെ എഴുതുന്നതെന്ന് ചോദിച്ചു. I told him I drew them. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് അല്ല, ഞാൻ അതിൻ്റെ ആനിമേഷൻസ് വരയ്ക്കുന്ന ആളാണ്. He brought me some paper. I started sketching one of my favorite cartoons, Bowling Alley Cat. അപ്പോൾ അദ്ദേഹം എനിക്ക് കുറച്ച് പേപ്പറൊക്കെ കൊണ്ടു തന്നു. അപ്പോൾ ഞാനതിൽ ബൗളിംഗ് ആലി കാറ്റ് എന്ന കാർട്ടൂണിലെ ചില ചിത്രങ്ങളൊക്കെ വരച്ചു. Michael Jackson looked over my shoulder, whispering in his high-thin voice, wow and wow. He was really excited. അപ്പോൾ ഈ ചിത്രം വരയ്ക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം വളരെ എക്സൈറ്റഡായി കൊള്ളാം, നല്ല ചിത്രമാണ് എന്നൊക്കെ പറഞ്ഞു. വാവ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. Could you tell us about the time when Jackson gave you his autograph? ഇനി ജാക്സൺ നിങ്ങൾക്കൊരു ഓട്ടോഗ്രാഫ് തന്നില്ലേ, അതിനെക്കുറിച്ച് പറയാമോ? When I gave him autographed sketches of Tom and Jerry, I asked him for his autograph. He wrote a rather lengthy note and asked me to read it aloud. His words were truly touching. അപ്പോൾ അദ്ദേഹം എനിക്കൊരു ഓട്ടോഗ്രാഫ് തന്നു. അതിൽ അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതെന്നോട് വായിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്നതായിരുന്നു. This was what he wrote. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയായിരുന്നു: To my hero of yesterday, today and tomorrow, with many thanks for all the many cartoon friends you gave me as a child. They were all I had. മൈക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതിയത്. It was truly a special moment for me. അതെനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമായിരുന്നു. In your memoir, you mentioned that MJ is laid back and courteous. How would you assess his personality? മൈക്കിൾ ജാക്സൻ്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മൈക്കിൾ ജാക്സൺ ഈസ് കൈൻഡ് ആൻഡ് ജെന്യുവിൻ, ഹംബിൾ ഡെസ്പൈറ്റ് ഹിസ് ഫെയിം. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹം വളരെ സിമ്പിളാണ്, അതുപോലെ നല്ല എളിമയും വിനയമൊക്കെ ഉള്ള ഒരാളാണ് എന്ന് പറയാണ്. To me, he was always polite and appreciative and he had a gentle way of speaking. വളരെ ജെൻറ്റിലായിട്ടാണ് അദ്ദേഹം സംസാരിക്കുക. ഹീ ഈസ് അൺഡൗട്ടഡ്ലി എ ട്രൂ ജെൻറ്റിൽമാൻ. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. ഡു യു ഹാവ് എ മെസ്സേജ് ഫോർ അവർ ലിസണേഴ്സ്? അപ്പോൾ ഈ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്കെന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. Be sincere and truthful in whatever you do. You may have setbacks, you may be rejected. Even so, don't be disappointed. Explore every opportunity. You will surely succeed. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന ഉപദേശം ഇതാണ്: നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ ഒഴിവാക്കുകയും ചെയ്യാം. പക്ഷേ അതുകൊണ്ടൊന്നും നിങ്ങൾ നിരാശപ്പെടരുത്. എല്ലാ സാധ്യതകളും പരിശോധിക്കുക, നിങ്ങൾ തീർച്ചയായും വിജയിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ള മെസ്സേജ് എന്ന് ജോസഫ് ബാർബറ പറയുകയാണ്. ഇതിൻ്റെ ഒരു കൺക്ലൂഷനാണ്, പോഡ്കാസ്റ്റിൻ്റെ കൺക്ലൂഷൻ. താങ്ക് യു ഫോർ സ്പെൻഡിങ് സം ഓഫ് യുവർ വാല്യുബിൾ ടൈം വിത്ത് us. Until next time, keep the laughter alive. This is Nimmi signing off എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു പോഡ്കാസ്റ്റ് അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നൗ ക്രിയേറ്റ് എ പോഡ്കാസ്റ്റ് ഫീച്ചറിങ് ആൻ എമിനൻറ്റ് പേഴ്സണാലിറ്റി ഓഫ് യുവർ ചോയ്സ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഓൺ യുവർ സ്കൂൾ റേഡിയോ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പോഡ്കാസ്റ്റ് തയ്യാറാക്കുക, അത് നിങ്ങളുടെ സ്കൂൾ റേഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും പ്രസിദ്ധനായ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു പോഡ്കാസ്റ്റിൽ ആ വ്യക്തി വരണമെന്നില്ല, ആ വ്യക്തിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടും നമുക്ക് പോഡ്കാസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ ഒരു മോഡൽ പോഡ്കാസ്റ്റ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇൻസ്പയറിംഗ് ഡ്രീംസ് വിത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ ഒക്കെ പറയുന്നു. അപ്പോഴാണ് അവിടെ ഒരു ഇൻട്രോ മ്യൂസിക് ഒക്കെ കൊടുക്കാം. ഇൻട്രോ മ്യൂസിക് ഫെയ്ഡ്സ് ഇൻ. അപ്പോൾ ആദ്യം ഒരു മ്യൂസിക്, എന്നിട്ട് പറയുന്നു ഇൻസ്പയറിംഗ് ഡ്രീംസ് വിത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം. എന്നിട്ട് അതിൻ്റെ മ്യൂസിക് നിൽക്കുമ്പോൾ ഈ പോഡ്കാസ്റ്റ് നടത്തുന്ന വ്യക്തി സംസാരിക്കാൻ തുടങ്ങുന്നു. അതിങ്ങനെയാണ്: വെൽക്കം ടു ഇൻസ്പയറിംഗ് മൈൻഡ്സ്. ടുഡേ വി സെലിബ്രേറ്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം, എ വിഷണറി സയൻറ്റിസ്റ്റ് ആൻഡ് ദ 11th പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ന് ഇൻസ്പയറിംഗ് മൈൻഡ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്.
അദ്ദേഹം വലിയൊരു ശാസ്ത്രജ്ഞനും അതുപോലെ ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡൻറ്റുമായിരുന്നു. Born on October 15, 1931 in Rameshwaram, he transformed India's space and missile programs. അപ്പോൾ ഇദ്ദേഹം ജനിച്ചത് ഒക്ടോബർ 15, 1931 രാമേശ്വരത്താണ്. ഇദ്ദേഹം ഇന്ത്യയുടെ സ്പേസ് ആൻഡ് മിസൈൽ പ്രോഗ്രാംസിൽ വലിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഡോക്ടർ കലാം ബിലീവ് ദാറ്റ്, പിന്നെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം പറയുകയാണ്. ഡോക്ടർ കലാം ബിലീവ് ദാറ്റ് ഡ്രീംസ് ആർ നോട്ട് വാട്ട് യു സീ ഇൻ സ്ലീപ്പ്, ഡ്രീംസ് ആർ ദോസ് ദാറ്റ് ഡു നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. അപ്പോൾ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നവയല്ല, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. എൻകറേജിങ് സ്റ്റുഡൻസ് ടു പെർസ്യൂ ദർ ആസ്പിറേഷൻസ്. അപ്പോൾ എന്താണ് വിദ്യാർത്ഥികളോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒക്കെ പറയാറുള്ള ഒരു കാര്യം എന്താണ്, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുക, അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നേടാൻ കഴിയും. നോൺ ഫോർ ഹിസ് ഹ്യൂമിലിറ്റി ആൻഡ് കൈൻഡ്നെസ്, അദ്ദേഹം വളരെ ദയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹി ഓഫൺ ഇൻട്രാക്റ്റഡ് വിത്ത് യൂത്ത്സ്, ചെറുപ്പക്കാരായ ആളുകളോട് അദ്ദേഹത്തിൻ്റെ വലിയ താല്പര്യമുണ്ടായിരുന്നു, അവരോട് എപ്പോഴും സംസാരിക്കുമായിരുന്നു. എംഫസൈസിങ് ഹാർഡ് വർക്ക് ആൻഡ് പെർസീവറൻസ്, അപ്പോൾ കഠിനാധ്വാനത്തെക്കുറിച്ചും അതുപോലെ പെർസീവറൻസ് പരിശ്രമത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം എപ്പോഴും എടുത്തു പറയാറുണ്ടായിരുന്നു. ഹിസ് ലെഗസി ഇൻസ്പയർസ് മില്യൺസ് ടു ഡ്രീം ബിഗ് ആൻഡ് സ്ട്രൈവ് ഫോർ ദെയർ ഗോൾസ്. താങ്ക് യു ഫോർ ജോയിനിങ് അസ് ടുഡേ. അൻറ്റിൽ നെക്സ്റ്റ് ടൈം കീപ് ഫോളോയിങ് യുവർ ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുക. അപ്പോൾ അവിടെ ഒരു ഔട്ട്രോ മ്യൂസിക് കൂടി പ്ലേ ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു പോഡ്കാസ്റ്റ് തയ്യാറാക്കാം, ഏതെങ്കിലും ഒരു പ്രസിദ്ധനായ വ്യക്തിയെക്കുറിച്ച്. അപ്പോൾ ഇവിടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള ഒരു പോഡ്കാസ്റ്റാണ് നമ്മൾ തയ്യാറാക്കിയത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ശ്രദ്ധിക്കുക. ടു മൈ ഹീറോ ഓഫ് യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ, വിത്ത് മെനി താങ്ക്സ് ഫോർ ഓൾ ദ മെനി കാർട്ടൂൺ ഫ്രണ്ട്സ് യു ഗേവ് മീ ആസ് എ ചൈൽഡ്, ദേ വർ ഓൾ ഐ ഹാഡ്. അപ്പോൾ ഇത് മൈക്കിൾ ജാക്സൺ തൻ്റെ ഓട്ടോഗ്രാഫിൽ ജോസഫ് ബാർബറയ്ക്ക് എഴുതി കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. യു ഹാവ് റെഡ് ദ ഓട്ടോഗ്രാഫ് ജാക്സൺ ഗേവ് ടു ജോസഫ് ബാർബറ. അപ്പോൾ ഈ ഒരു ഓട്ടോഗ്രാഫിൽ അദ്ദേഹം എഴുതിയ ഈ കാര്യങ്ങളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ട് ഡസ് ദി ഓട്ടോഗ്രാഫ് ടെൽ അസ് അബൌട്ട് ജാക്സൺസ് ചൈൽഡ്ഹുഡ്? മൈക്കിൾ ജാക്സൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഈ ഓട്ടോഗ്രാഫിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഹൗ ഡു യു തിങ്ക് ദ കാർട്ടൂൺസ് ഓഫ് ജോസഫ് ബാർബറ ഹെൽപ്പ് മൈക്കിൾ ജാക്സൺ ഇൻ ഹിസ് ലോൺലിനെസ്? തൻ്റെ ഏകാന്തതയിൽ എങ്ങനെയാണ് ഈ ജോസഫ് ബാർബറയുടെ കാർട്ടൂൺസ് അത് മൈക്കിൾ ജാക്സനെ സഹായിച്ചത്? ഹാസ് എനി വർക്ക് ഓഫ് ആർട്ട് ഇൻഫ്ലുവൻസ്ഡ് യു ഇൻ യുവർ ചൈൽഡ്ഹുഡ്? അതുപോലെ നിങ്ങൾ കുട്ടിയായിരുന്ന സമയത്ത് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഒരു വർക്ക് നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇവിടെ മൈക്കിൾ ജാക്സന് കാർട്ടൂൺസ് സ്വാധീനിച്ചതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വാധീനം ഉണ്ടായിരുന്നോ? നറേറ്റ് യുവർ എക്സ്പീരിയൻസ് ടു ദ ക്ലാസ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ചോദ്യങ്ങളുടെ ആൻസർ നമുക്ക് നോക്കാം. വാട്ട് ഡസ് ദിസ് ഓട്ടോഗ്രാഫ് ടെൽ അസ് അബൌട്ട് ജാക്സൺസ് ചൈൽഡ്ഹുഡ്? ജാക്സൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് എന്താണ് നമുക്ക് ഈ ഓട്ടോഗ്രാഫിൽ നിന്ന് മനസ്സിലാവുന്നത്? അദ്ദേഹം എഴുതിയ കാര്യത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ദി ഓട്ടോഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മൈക്കിൾ ജാക്സൺ ഫെൽറ്റ് ലോൺലി ഡ്യൂറിങ് ഹിസ് ചൈൽഡ്ഹുഡ്. അപ്പോൾ തൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം ഏകാന്തനായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആൻഡ് ഫൗണ്ട് എ കമ്പാനിയൻഷിപ്പ് ഇൻ ദ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ക്രിയേറ്റഡ് ബൈ ജോസഫ് ബാർബറ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്, ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളായിരുന്നു. ജോസഫ് ബാർബറ നിർമ്മിച്ച ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളായിരുന്നു മൈക്കിൾ ജാക്സൻ്റെ ആകെയുള്ള ഒരു ആശ്രയം. ഹൗ ഡു യു തിങ്ക് ദ കാർട്ടൂൺസ് ഓഫ് ജോസഫ് ബാർബറ ഹെൽപ്ഡ് മൈക്കിൾ ജാക്സൺ ഇൻ ഹിസ് ലോൺലെസ്? ഇതെങ്ങനെയാണ് മൈക്കിൾ ജാക്സന് തൻ്റെ ഏകാന്തതയിൽ ഇദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ സഹായിച്ചത്? ദ കാർട്ടൂൺസ് പ്രൊവൈഡഡ് മൈക്കിൾ ജാക്സൺ വിത്ത് ജോയ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു വിനോദം ലഭിച്ചു, സന്തോഷം ലഭിച്ചു ഈ കാർട്ടൂണുകളൊക്കെ കാണുന്നതിലൂടെ. ഹെൽപ്പിംഗ് ഹിം കോപ്പ് വിത്ത് ഫീലിങ്സ് ഓഫ് ഐസൊലേഷൻ. അപ്പോൾ ഒറ്റപ്പെടലിൻ്റെ ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ വിഷമമൊക്കെ മാറാൻ ഈ കാർട്ടൂൺസാണ് മൈക്കിൾ ജാക്സനെ സഹായിച്ചത്. ഹാസ് എനി വർക്ക് ഓഫ് ആർട്ട് ഇൻഫ്ലുവൻസ്ഡ് യു ഇൻ യുവർ ചൈൽഡ്ഹുഡ്? അപ്പോൾ നിങ്ങളെ ഇതുപോലെ ഏതെങ്കിലും വർക്ക് സ്വാധീനിച്ചിട്ടുണ്ടോ? യെസ്, ദ ആനിമേറ്റഡ് ഫിലിം ദ ലയൺ കിങ്. അപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുള്ളൊരു ഫിലിമാണ് ലയൺ കിങ് എന്ന് പറയുന്ന ഒരു സിനിമ. അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻസ്പയർഡ് മീ വിത്ത് ഇറ്റ്സ് തീം ഓഫ് കറേജ്. അപ്പോൾ അതിലെ ധൈര്യം അതുപോലെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ ആണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. മോട്ടിവേറ്റിംഗ് മീ ടു പെർസ്യൂ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻ മൈ ഓൺ ലൈഫ്. അപ്പോൾ ഈ ഒരു ഫിലിം എന്നെ ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു സിനിമയാണ്. ഇതിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഞാൻ പഠിച്ചത് ധൈര്യത്തെക്കുറിച്ചും അതുപോലെ സുഹൃത്ത് ബന്ധങ്ങളെക്കുറിച്ചും ആണ് ഈ ഒരു സിനിമയിലൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യുക.
അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.